പ്രിയമുള്ളവരെ, യേശുവിന്റെ പരസ്യ ജീവിതത്തിന്റെ മുന്നോടിയായിട്ടാണ് ഈ സംഭവം നടക്കുക. ഇവിടെ അവിടെ നിന്ന് ആരംഭിക്കുന്നത് പിറ്റേ ദിവസം എന്നുള്ളതാണ്. പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ യേശു തന്റെ ആദ്യത്തെ ശിഷ്യന്മാരെ വിളിച്ചതിന്റെ പിറ്റേ ദിവസം എന്നുള്ള അർത്ഥത്തിലാണ്. യേശു ഗലീലയിലേക്ക് പോകാനായിട്ട് പോകാൻ ഒരുങ്ങുകയാണ്. ഗലീലി എന്ന് പറയുന്നത് യേശുവിന്റെ പരസ്യ പ്രവർത്തനങ്ങളുടെ ആരംഭ സ്ഥലമാണ്. ഗലീലയിലാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ഗലീലയിൽ തന്നെയാണ്. അപ്പൊ അത് അങ്ങോട്ടുള്ള ഒരു പക്ഷേ പരസ്യ ജീവിതത്തിന്റെ ആരംഭം എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നു. ഫിലിപ്പോസിനോട് പറയുകയാണ്, ഈശോ എന്നെ അനുഗമിക്കുക. അവിടെ കൂടുതൽ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നുമില്ല. ഏതായാലും ഫിലിപ്പോസ് അനുഗമിച്ച് കാണണം. അനുഗമിക്കുക മാത്രമല്ല, ഫിലിപ്പോസ് നഥാനിയേലിനോട് പോയി സംസാരിക്കുന്നു. ഈ നഥാനിയേല് എന്ന് നോക്കുമ്പോൾ നഥാനിയേലിനെ ഒന്ന് അത്യാവശ്യം അറിഞ്ഞിരിക്കണം നല്ലത്. നഥാനിയേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ ദാനമെന്ന്. ഒ വി വിജയന്റെ അതിപ്രശസ്തമായ ഖസാക്കിന്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവലില് ഒരു മൊല്ലാക്കയെ കുറിച്ച് പറയുന്നു. ആ മൊല്ലാക്കയ്ക്ക് ഒ വി വിജയൻ ഇട്ടിരിക്കുന്ന പേര് അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന്. അള്ളാപ്പിച്ച മൊല്ലാക്ക, അള്ളാഹുവിന്റെ പിച്ചയാണ് ഈ ജീവിതം എന്നാണ് എൻ്റെ അർത്ഥം. അള്ളാപ്പിച്ച മൊല്ലാക്ക എന്ന ദൈവത്തിന്റെ ദാനമാണ്. സത്യത്തിൽ ആ വാക്ക് തന്നെയാണ് ഫിലിപ്പോസ് എന്ന വാക്കിന്റെ പേരിന്റെ അർത്ഥം. ദൈവത്തിന്റെ ദാനമാണ്. ഈ ഫിലിപ്പോസിനെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലല്ലാണ്ട് മറ്റൊരിടത്തും കാണുന്നില്ല. സുവിശേഷ പണ്ഡിതന്മാര് ഈ ഫിലിപ്പോസല്ല, ക്ഷമിക്കുക, നഥാനിയലിനെ നമ്മൾ വേറെ ഒരിടത്തും കാണുന്നില്ല. നഥാനിയലിനെ എന്നാല് ഈ അപ്പസ്തോലന്മാരുടെ പേര് പറയുമ്പോൾ ഈ നഥാനിയൽ അവിടെ ഇല്ല. പക്ഷെ അവിടെ വ്യക്തമാകാത്തൊരു ആളുണ്ട്, അത് ബർത്തലോമിയ. ബർത്തലോമിയ എന്ന് പറയുന്നത് ഒരു പേരല്ല. തെലോമിയ, ബർ എന്ന് വെച്ചാൽ മകൻ എന്ന അർത്ഥമുള്ളൂ. തെലോമിയുടെ മകൻ എന്നാണ് ബർത്തലോമിയ എന്ന പേരിന്റെ ധ്വനി. അത് പേരല്ല. സുവിശേഷ പണ്ഡിതന്മാര്, ബൈബിൾ പണ്ഡിതന്മാര് പറയുന്നത് ഈ നഥാനിയേൽ തന്നെയാണ് ഈ ബർത്തലോമിയ എന്നുള്ളത്. ബർത്തലോമിയുടെ ഒരു ചരിത്രം നമ്മൾ ഇന്ത്യയുമായിട്ടൊരു ചെറിയ ബന്ധമുണ്ട്. ബർത്തലോമിയ ശ്ലീഹ ഭാരതത്തിൽ വന്നിട്ടുണ്ട് എന്നൊരു ചരിത്ര സാക്ഷ്യമുണ്ട്. പക്ഷെ അതിന് ഒരു യാത്രികൻ ഇന്ത്യയിൽ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ, ഒരു ബിഷപ്പാണ് അദ്ദേഹം, സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ വടക്കേ ഇന്ത്യയിലാണ്. അവിടെ മത്തായിയുടെ സുവിശേഷം അവിടെയുള്ള ക്രിസ്ത്യാനികളുടെ ഇടയിൽ കണ്ടുവെന്നും ആ മത്തായിയുടെ സുവിശേഷം കൊടുത്തത് ബർത്തലോമിയാണ് എന്നുമൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ യാത്രാ വിവരണത്തിൽ. പക്ഷെ അതിന് ഉപോത്ബലകമായ തെളിവുകളോ പാരമ്പര്യങ്ങളോ നമുക്കില്ല. ഇങ്ങനൊരു പുസ്തകത്തില് ഇങ്ങനൊരു കുറിപ്പുണ്ട് എന്ന് മാത്രം ബർത്തലോമിയയെ കുറിച്ച്. ഏതായാലും ഈ ബർത്തലോമയ തന്നെയാണ് ഈ നഥാനിയേല് എന്നാണ് പൊതുവെയുള്ള നിഗമനം. അതിൻ്റെ അകത്ത് അധികം പേരും ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. ഏതായാലും ആ നിഗമനത്തെ പൊതുവായ അംഗീകാരമുള്ള ഒരു നിഗമനം തന്നെയാണ്. ഇവിടെ ഫിലിപ്പോസിന്റെ സാക്ഷ്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഫിലിപ്പോസ് പറയുകയാണ്, ഞങ്ങള് കണ്ടു. ഞാൻ കണ്ടു എന്നല്ല പറയണത്, ഞങ്ങൾ കണ്ടു. എന്താ കണ്ടത്? യേശുവിനെയാണ് കണ്ടത്. യേശുവിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ശിഷ്യത്വത്തിന്റെ അടിസ്ഥാന ഭാവമാകേണ്ടത് എന്ന് ഫിലിപ്പോസ് വിശ്വസിക്കുന്നു. യേശുവിനെ കാണുക. കാരണം ഫിലിപ്പോസിന്റെ സാക്ഷ്യം യേശുവിനെ കണ്ടു എന്ന്. മാത്രമല്ല, ആ ഫിലിപ്പോസിന്റെ സാക്ഷ്യം കേട്ടിട്ട് സംശയിച്ച, ചോദ്യമുന്നയിച്ച നഥാനിയേലിനോട് ഫിലിപ്പോസ് പറയണത് വന്നു കാണുക എന്ന്. ക്രിസ്തു എന്ന് പറയുന്നത് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്ന, ആരെങ്കിലുമൊക്കെ ഉപദേശിച്ചു തരുന്ന, പുസ്തകങ്ങളിൽ വായിച്ചറിയുന്ന ഒന്ന് എന്നതിനപ്പുറത്തേക്ക് അനുഭവ തലത്തിലേക്ക് വരേണ്ട ഒന്നാണ്.
ഇന്നത്തെ കാറ്റഗിസത്തിന്റെ ഏറ്റവും വലിയ പരാജയം പ്രബോധനത്തിന്റെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് സ്കൂളിലെ അധ്യയന ശൈലി പോലെ തന്നെ ഈ കുട്ടികളെ പലതും ഇരുന്ന് പഠിപ്പിക്കുന്നു, പരീക്ഷയ്ക്ക് മാർക്ക് മേടിപ്പിക്കുന്നു, സ്കൂളിലുള്ളതുപോലെ തന്നെ ഒക്കെ അതിനോടൊപ്പം കെട്ടി എന്തെല്ലാം കാര്യങ്ങളിൽ സ്കൂളുണ്ടോ അതെല്ലാം അറ്റൻഡൻസ് വിളിക്കല്, പരീക്ഷ നടത്തല്, അസംബ്ലി നടത്തല്, എന്തൊക്കെ സ്കൂളിലുണ്ടോ അതെല്ലാം അനുവർത്തിച്ചു പോരുകയും ഈ വന്നു കാണുക എന്ന് പറയുന്ന പീലിപ്പോസിന്റെ ശൈലിയിലേക്ക് വരാനായിട്ട് അധ്യാപകർക്ക് പറ്റുന്നില്ല എന്നുള്ള വലിയ ദുരന്തം. അനുഭവ തലങ്ങളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നില്ല എന്നുള്ളത് അത് അധ്യാപകരുടെ മാത്രം കുഴപ്പമല്ല, അച്ഛന്മാരുടെയും മേജർ കുഴപ്പം. വിശ്വാസികളെ ഈ ഒരു തലത്തിലേക്ക് വന്നു കാണുക എന്ന് പറയുന്ന തലങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട്, അനുഭവ തലങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിക്കപ്പെടുന്നു. നമ്മുടെ സാക്ഷ്യങ്ങള് ഈ അനുഭവ തലത്തിലുള്ള സാക്ഷ്യങ്ങളായിരിക്കും. ആ അനുഭവ തലത്തിലുള്ള സാക്ഷ്യങ്ങളെ മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ളവർക്ക് വിശ്വാസം വന്നില്ലെങ്കിൽ ഞാനത് കാണിച്ചു കൊടുക്കാനുള്ള ബാധ്യത, എൻ്റെ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. വന്നു കാണുക, എവിടെ? എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് കാണും. ഗാന്ധി പറഞ്ഞ പോലെ പറയാൻ പറ്റണം, എൻ്റെ സന്ദേശം തന്നെ, എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറയാനുള്ള ആർജവത്വം. അതാണ് ഓരോ സാക്ഷ്യക്കാർക്കും, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സാക്ഷിയായി ജീവിക്കുന്ന ഓരോരുത്തരും കാണിക്കേണ്ട നയം ഈ പീലിപ്പോസിന്റെ നയമാണ്. വന്നു കാണുക, എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാം എന്ന് പറയാനുള്ള ഒരു ആർജവത്വം. അത് എൻ്റെ ജീവിതത്തിലേക്ക് വാ, എൻ്റെ കുടുംബത്തിലേക്ക് വാ, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഇതാണ് ക്രിസ്തുവിന്റെ സാക്ഷ്യം. അപ്പൊ ആ സാക്ഷ്യത്തിലേക്ക് മറ്റുള്ളവരെ കണ്ടറിയാൻ, അനുഭവിക്കാനായിട്ട് അപ്പൊ നമുക്ക് അനുഭവം ഉണ്ടാകണം, മറ്റുള്ളവരെ അനുഭവവേദ്യമാക്കുകയും വേണം. സാക്ഷ്യത്തിന്റെ രണ്ട് തലമത. ഒന്ന്, ഞാൻ അനുഭവിച്ചറിയണം. രണ്ടാമത്തെ കാര്യം, ആ അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരികയും വേണം. അത് വർത്താനം പറഞ്ഞിട്ടല്ല, കൂട്ടിക്കൊണ്ടുവന്നിട്ടാണ് സാക്ഷ്യം സ്ഥിരീകരിക്കപ്പെടേണ്ടത്. ഇനി നഥാനിയേലിനെ ഒന്ന് നോക്കുന്നതല്ല. അപ്പൊ പീലിപ്പോസിന്റെ സാക്ഷ്യത്തിന്റെ ശൈലി നമ്മുടെ സുവിശേഷ പ്രഘോഷണങ്ങളുടെ ഒക്കെ അടിസ്ഥാന ഭാവമാകണം. അവനവൻ അനുഭവിക്കണം, ആ അനുഭവത്തിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരികയും വേണം. അതാണ് യഥാർത്ഥ സുവിശേഷ പ്രഘോഷണം എന്ന് പറയാം. വെറുതെ ഇങ്ങനെ പ്രസംഗിക്കുക, വാചക കസർത്തല്ല സുവിശേഷ പ്രഘോഷണം. സത്യത്തിലെ നഥാനിയേലിന്റെ സുവിശേഷ പ്രഘോഷണം ഏറ്റവും ചെറുതാണ്. എനിക്ക് പരിചയമുള്ള ഒരു അച്ഛന്റെ ഡോക്ടറൽ തീസീസ് ആയിട്ട് എടുത്തത് ഇതാണ്, വന്നു കാണുക എന്നുള്ള ഒരൊറ്റ വാക്കാണ്. ആ ഒരൊറ്റ വാക്കിൽ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഡോക്ടറൽ തീസീസിന് ഈ ഒരൊറ്റ വാക്ക് മാത്രം എടുത്ത് വന്നു കാണുക. ഈ വന്നു കാണാൻ ക്ഷണിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കടക്കുപുറത്ത് എന്ന് പറയുന്ന ശൈലിയാണ് രാഷ്ട്രീയ ശൈലി. അത് തന്നെയാണ് ഇന്ന് പല സഭാ അധികാരികളും ചെയ്യുക. പുറത്തേക്ക് ഞാൻ പറയണ കേട്ടോളണം, അല്ലെങ്കിൽ ഇറങ്ങിപ്പോക്കൊള്ളണം. വികാരിയച്ഛന്മാര് പറയാറുണ്ട്, മെത്രാന്മാര് പറയാറുണ്ട്, എനിക്ക് കാണാൻ സൗകര്യമില്ല, എനിക്കിപ്പോ നേരമില്ല, എനിക്ക് കാണാൻ സമയമില്ല, എനിക്ക് നേരമില്ല എന്ന് പറയുന്നവരൊക്കെ പീലിപ്പോസിനെ കണ്ടുപിടിക്കണം. വന്ന് കാണാൻ വിളിക്കുന്ന പീലിപ്പോസിന്റെ ശൈലി സ്വന്തമാക്കേണ്ടതുണ്ട്. കാണാനായിട്ട്, കാണിക്കാനായിട്ടും ഒക്കെയുള്ള മനസ്സുണ്ടാകണം എന്ന് സാരം. ഇനി നഥാനിയേലിന്റെ ശൈലി ഇവിടെ വളരെ അർത്ഥവത്താണ്. ഘട്ടം ഘട്ടമായിട്ട് ഈ നഥാനിയേല് വലിയ ഔന്നത്യത്തിലേക്ക് എത്തുന്നുണ്ട്. നഥാനിയേല് തുടങ്ങുന്നത് ഒരു കുരിഷ്ട ചോദ്യം ചോദിച്ചിട്ടാ, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരും? ആ ചോദ്യം വളരെ നെഗറ്റീവ്, പെസിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ചോദ്യമാണ്. എന്തെങ്കിലും നന്മയുണ്ടോ എന്ന് ചോദിക്കുന്നവൻ, ഒരു നാട്ടിൽ നിന്ന് ഒരു നന്മയുണ്ടാകില്ല എന്ന് പറയുന്നവൻ എത്ര നെഗറ്റീവ് ആണെന്ന് വിചാരിക്കും. അത്ര നെഗറ്റീവായ മനുഷ്യനാണ് നഥാനിയേൽ, ബർത്തലോമിയ. ആ നഥാനിയേലിന്റെ മാറ്റം നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റമാണ്. അപ്പൊ നമ്മൾ വിചാരിക്കണം, നമ്മൾ ഇത്രയൊക്കെ നെഗറ്റീവ് അല്ലാന്ന് നമ്മൾ ഊറ്റം കൊള്ളുമ്പോൾ
നമ്മൾ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് നഥാനിയേലിനേക്കാൾ അല്ലെങ്കിൽ ബർത്തലോമയ സ്ത്രീയേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ആത്മപരിവർത്തനം, മനപരിവർത്തനം വരുത്തേണ്ടവരാണ്. അതൊരു വെല്ലുവിളിയാണ്. ചോദ്യം, നസ്രത്ത് എന്ന് പറയുന്ന ആ നാട്ടിൽ നിന്ന് എന്തെങ്കിലും നന്മ വരും? ഒരു നന്മ അവിടെ ഉള്ളവർക്കില്ല എന്ന് വ്യംഗ്യന്തരേണ അദ്ദേഹം സൂചിപ്പിക്കുക. ആ ഒരു മനോഭാവത്തിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് ഈ നഥാനിയേൽ മാറുന്നുണ്ട്. എപ്പോഴാണെന്നറിയാവോ? യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈശോ അവനോട് ഇതാ ഒരു നിഷ്കപടനായ യഥാർത്ഥ ഇസ്രായേൽക്കാരൻ എന്ന് ചോദിക്കുമ്പോൾ ചോദ്യ സ്വഭാവം നഥാനിയേലിന് അപ്പോഴും മാറിയിട്ടില്ല. ചോദ്യം ചെയ്യുക ഒരു പൊതു സ്വഭാവമാണല്ലോ നമ്മുടെയൊക്കെ. എല്ലാത്തിനെയും ചോദ്യം ചെയ്യുക എന്നുള്ള നമ്മുടെ ഒരു പൊതു സ്വഭാവം. നഥാനിയേലിനും ഉണ്ടായി ആ ചോദ്യം ചെയ്യണ സ്വഭാവം. അപ്പൊ ആദ്യത്തെ ചോദ്യം പെസിമിസ്റ്റിന്റെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം ആ പെസിമിസ്റ്റിന്റെ ചോദ്യമല്ല, കുറെ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള ചോദ്യം. ആ ചോദ്യം ഇതാണ്: നീ എന്നെ എങ്ങനെ അറിയുന്നു? അപ്പൊ ഈശോ തന്നെ അറിയുന്നുണ്ട് എന്ന് അദ്ദേഹം ഉൾക്കൊണ്ടു. എങ്ങനെ അറിയണേന്നാ ചോദിക്കുന്നത്. അതിന്റെ അർത്ഥം ഈശോ എന്നെ അറിയുന്നുണ്ട് എന്ന ബോധ്യം അവനിലേക്ക് വന്നു എന്നുള്ളത്. നമുക്കൊക്കെ ഉണ്ടാകേണ്ട പ്രഥമ ബോധ്യം അത് തന്നെ. ഞാൻ പറയുന്ന കാര്യങ്ങള് ദൈവം കേൾക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങള് ദൈവം കാണുന്നുണ്ട്, ഞാൻ എടുക്കുന്ന സമീപനങ്ങള് ദൈവം അറിയുന്നുണ്ട്, എന്നെ എത്ര ഇരുട്ടിന്റെ മറയില് എത്ര രഹസ്യത്തിൽ ചെയ്താലും ദൈവം അറിയുന്നുണ്ട് എന്ന തിരിച്ചറിവ്. ആ അറിവാണ് നമ്മുടെ മാറ്റത്തിന്റെ നന്ദിയായിട്ട് മാറേണ്ടത്. എത്ര കൊള്ളരുതാത്തവനും മാറുന്നത് അപ്പോഴാണ്. ഇരുട്ടിന്റെ മറ പിടിക്കാതെ, രഹസ്യങ്ങളില്ലാതെ തുറന്ന പുസ്തകമായിട്ട് പോകാൻ സാധിക്കുന്നത് ദൈവം എന്നെ അറിയുന്നു എന്ന തിരിച്ചറിവിൽ. അപ്പൊ ദൈവം എന്നെ അറിയുന്നു എന്ന തിരിച്ചറിവാണ് ഈ നഥാനിയേലിന് ആദ്യമായിട്ടുണ്ടായത്. ആ തിരിച്ചറിവാണ് നമുക്ക് പലപ്പോഴും ഇല്ലാതെ പോവുക. ദൈവം എങ്ങനെ അറിയുന്നു എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് ഈശോ ഉത്തരം കൊടുക്കുന്നുണ്ട്: നീ അത്തിമരത്തിന്റെ ചുവട്ടിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടുവരും. ആ യേശുവിന്റെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പോകാം. നമ്മൾ നഥാനിയേലിനെ കേന്ദ്രീകരിച്ച് നമുക്ക് പോകാം. അപ്പോ നഥാനിയേൽ പറയുകയാണ്, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. അപ്പം വളരെ വലിയ വിശ്വാസ പ്രഖ്യാപനമാണ് ഈ മൂന്നാമതായിട്ട് നടത്തുക. അപ്പൊ പെസിമിസ്റ്റായ ഒരുത്തൻ എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന നഥാനിയേൽ ഒന്നാം ഘട്ടത്തില്, രണ്ടാം ഘട്ടത്തില് ദൈവം തന്നെ അറിയുന്നു എന്ന തിരിച്ചറിവിലേക്ക് അവൻ വരുന്നു. മൂന്നാം ഘട്ടത്തിലേക്ക് അവന്റെ വിശ്വാസത്തിന്റെ പ്രഘോഷണം നടത്തുകയാണ്. മൂന്ന് ഭാവങ്ങള് ഈ വിശ്വാസ പ്രഘോഷണത്തിനുണ്ട്. ഒന്ന്, റബ്ബി എന്നുള്ള വിളി, അവന്റെ ഗുരുവാണ് എന്ന അംഗീകാരം. രണ്ട്, അവന്റെ ഗുരു ക്രിസ്തുവാണ് എന്ന് പറയുമ്പോഴും ആ ക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ് എന്ന സാക്ഷ്യപ്പെടുത്തൽ. മൂന്നാമതായിട്ട് അവന്റെ ഗുരു ഈ ഇസ്രായേലിന്റെ രാജാവാണ്. അപ്പോ മൂന്ന് തലങ്ങള് കാണുകയാണ്. ഞാനുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യൻ എനിക്കാരാണ്? ഞാനുമായിട്ട് ബന്ധപ്പെട്ട മനുഷ്യൻ ദൈവത്തിനാരാണ്? ഞാനുമായി ബന്ധപ്പെട്ട മനുഷ്യൻ സമൂഹത്തിനാരാണ്? ഈ മൂന്ന് കാര്യങ്ങൾ അവൻ പ്രഘോഷിക്കുക. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. എൻ്റെ ജീവിത പങ്കാളി എനിക്കാരാണ്? ദൈവത്തിനാരാണ്? സമൂഹത്തിനാരാണ്? എൻ്റെ അപ്പൻ എനിക്കാരാണ്? ദൈവത്തിനാരാണ്? സമൂഹത്തിനാരാണ്? ഈ തിരിച്ചറിവ് ഉണ്ടായാലാണ് ബന്ധങ്ങളില് ഒരു വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ പറ്റും. എൻ്റെ ഇടവക വികാരി എനിക്കാരാണ്? ദൈവത്തിനാരാണ്? സമൂഹത്തിനാരാണ്? ഒരു വ്യക്തിയുടെ ഈ മൂന്ന് തലങ്ങളെ
തിരിച്ചറിയുമ്പോഴാണ് ആ വ്യക്തിയെ യഥാർത്ഥത്തിൽ മാനിക്കാനായിട്ട് നമുക്ക് പറ്റും. ആ വ്യക്തിയുമുള്ള ബന്ധം വിശുദ്ധിയുടെ ബന്ധമായിട്ട്, പക്വതയാർന്ന ബന്ധമായിട്ട്, ഒരു എസ്തറ്റിക്കൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോകാനായിട്ട് പറ്റുള്ളൂ. ഏതൊരു വ്യക്തിയുമായിട്ടും ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളെയും ഇങ്ങനെ ഈ ഒരു കാഴ്ചപ്പാടുകൂടി, എനിക്കാരാണ്, ദൈവത്തിനാരാണ്, സമൂഹത്തിനാരാണ്, ആ വ്യക്തിയുടെ ഈ 3 തലങ്ങളെ തിരിച്ചറിയാനായിട്ട് പറ്റും. ആ തിരിച്ചറിവ് ക്രിസ്തുവിനെ കുറിച്ച് അവനുണ്ടായി. ക്രിസ്തു അവന്റെ റബ്ബിയാണ്, ഗുരുവാണ്, ദൈവത്തിന്റെ മകനാണ്, ഇസ്രായേലിന്റെ രാജാവാണ്. ആ അംഗീകാരം അവൻ കൊടുത്തു കഴിയുമ്പോൾ യേശു അവനെ കുറച്ചുകൂടി കൂട്ടിക്കൊണ്ടുപോയി. അത്തിമരത്തിന്റെ ചോട്ടിലിരിക്കുന്ന കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് നീ വിശ്വസിച്ചു എന്ന് ഈശോ അവന്റെ വിശ്വാസത്തെ അംഗീകരിക്കുക. എന്നിട്ട് ആ വിശ്വാസത്തെ അംഗീകരിച്ച ഈശോ പിന്നെ അടുത്ത ഘട്ടത്തിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കാം. 4ാമത്തെ തലം അതാണ്, പറച്ചിലിൽ വിശ്വസിക്കുക. യേശുവിനെ പറഞ്ഞത് അവൻ വിശ്വാസത്തിലെടുത്തു. ആ പറച്ചിലാണ് വിശ്വാസം. നമ്മുടെ വചനത്തിൽ നമ്മൾ പലപ്പോഴും നമ്മൾ പറയാറുള്ള, പലപ്പോഴും പ്രഘോഷിക്കാറുള്ള ഒരു കാര്യമാണ്, വ്യാഖ്യാനിക്കാതെ, വചനം കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും. ആ കേൾവിയിൽ നിന്നാണ് വിശ്വാസം ഉണ്ടാകുന്നത് എന്ന കാര്യം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇവിടെ യേശുവിൽ നിന്ന് വചനം കേട്ടപ്പോൾ ആ പറച്ചിലാണ് ഇവൻ വിശ്വസിച്ചത്. അപ്പോ വചനത്തില് വിശ്വസിച്ചു എന്നുള്ളതാണ് അവന്റെ അടുത്ത ഘട്ടം, 4ാമത്തെ ഘട്ടം. 5ാമത്തെ ഘട്ടം യേശുവിന് വലിയ ഓഫർ അവന് വെച്ചു കൊടുക്കുകയാണ്. വലിയ കാര്യങ്ങൾ കാണും, വലിയ കാര്യങ്ങൾ കാണും. നമ്മൾ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് കാണുന്നേ. വിശ്വാസം ഉള്ളവൻ ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പുറകെ നടക്കുന്നത്. അവിടെ പിച്ചി, ഇവിടെ മാന്തി, അവിടെ അവള് ഇങ്ങോട്ട് നോക്കി, ഇവൻ അങ്ങോട്ട് നോക്കി, അവൻ ഇങ്ങനെ കുശുമ്പ് പറഞ്ഞു, അവൻ കുന്നായ്മ പറഞ്ഞു. ഈ കൊച്ചു കൊച്ചു കാര്യങ്ങൾ കാണല്ല, വലിയ കാര്യങ്ങൾ കാണുക. വലിയ കാര്യങ്ങൾ കാണുക എന്നുള്ളത് വിശ്വാസിയുടെ മുഖമുദ്രയായിരിക്കും എന്ന് ഈശോ ഓർമ്മപ്പെടുത്തുക. ഈ ബർത്തലോമിയ അല്ലെങ്കിൽ നഥാനിയേല് വലിയ കാഴ്ചകൾ കാണും എന്ന് ഈശോ ഉറപ്പ് കൊടുക്കുമ്പോൾ നമുക്കും വലിയ കാഴ്ചകൾ കാണാനായിട്ട് കാഴ്ചയുണ്ടാകും. ഈ വലിയ കാഴ്ച എന്ന് പറയുന്നത് ദൈവത്തിന്റെ കാഴ്ചയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് നമ്മൾ കാണുന്നുണ്ട്, എല്ലാം സൃഷ്ടിച്ചിട്ട് ദൈവം പറയാണ് എല്ലാം നന്നായിരിക്കുന്നു. എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറയാനായിട്ടുള്ള കാഴ്ച, അത് വലിയ കാഴ്ചയാണ്. വലിയ കാഴ്ച. ഈ വലിയ കാഴ്ച എന്താ അർത്ഥമാക്കണേ? ഈ നഥാനിയേല് ഈ നസ്രത്തിനെ കുറിച്ച് പറഞ്ഞ എന്തെന്നാ, അവിടുന്ന് ഒരു നന്മയും വരില്ല, ഒരു നന്മയും വരില്ല, ഒരു നന്മയും കാണാൻ പറ്റില്ലാത്ത ഒരുത്തൻ വിശ്വാസത്തിലേക്ക് വന്നപ്പോ ക്രിസ്തു പറയുകയാണ്, നീ വലിയ കാഴ്ചകൾ കാണും. ഒരു നന്മയും കാണാത്തവര് വിശ്വാസത്തിലേക്ക് വരുമ്പോ ആ കാഴ്ച മാറ്റണം. വിശ്വാസിയുടെ കാഴ്ച നന്മയുടെ കാഴ്ചയായിരിക്കും. അതുകൊണ്ടല്ലേ ദൈവം പ്രാവിനെ പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ട് വെച്ച, കാക്കനെ വെച്ചിട്ടില്ലല്ലോ. കാക്ക ഈ ചത്തതും ചീഞ്ഞതും നാറുന്നതും ഒക്കെ അന്വേഷിക്കുന്ന ജീവിയ കാക്ക. പക്ഷെ പ്രാവ് ശുദ്ധിയുള്ള ധാന്യങ്ങൾ മാത്രമേ അത് അന്വേഷിക്കൂ, അതിനാവശ്യമുള്ളത് മാത്രമേ എടുക്കൂ, കോലാഹലങ്ങൾ ഉണ്ടാക്കില്ല. ഒരു കോലാഹലവും ഉണ്ടാക്കാതെ നല്ലതിനെ മാത്രം നോക്കി ജീവിക്കുന്ന ജീവിയുടെ പേരാണ് പ്രാവ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ട് എടുത്തത് എന്നാണ് എൻ്റെ വിചാരം. വേറെയുള്ള വിചാരങ്ങൾ നിങ്ങൾക്കാവും, അതെന്റെ വിചാരമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതാണ്, ഈ വലിയ കാര്യങ്ങൾ കാണാൻ നമുക്ക് പറ്റണം. ഈ ചെറിയ കാര്യങ്ങൾ നോക്കി, കുറ്റങ്ങൾ നോക്കി, കുറവുകൾ നോക്കി ഈ നഥാനിയേലിനെ പോലെ ഒരു മാറ്റം നമുക്ക് ആവശ്യമുണ്ട്. നസ്രത്തിൽ നിന്ന് ഒരു നന്മയും വരില്ല എന്ന് കണ്ട നഥാനിയേല്
ഇവിടെ വലിയ കാഴ്ച കാണുന്ന നഥാനിയേലായിട്ട് മാറി. ആറാമതായിട്ട് അവന്റെ നോട്ടം പിന്നെ എങ്ങോട്ടായി? സ്വർഗത്തിലേക്കായി. സ്വർഗത്തിലേക്ക് നോക്കിയാല് സ്വർഗത്തിലെ കാഴ്ചയെ കാണുള്ളൂ. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുക. നമ്മുടെ കുർബാന മധ്യേ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഉന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുക. ഈ ഉന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പറ്റുക, അത് ആറാമത്തെ സ്റ്റെപ്പാണ്. ഉന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുക. സ്വർഗം തുറക്കുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങി വരുന്നതും കാണും. സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ ഉള്ള കഴിവ് നമുക്കുണ്ടാകും. ഈ 51 വാക്യത്തില് മനുഷ്യപുത്രൻ എന്നൊരു പ്രയോഗമുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പുതിയ നിയമത്തില് 88 പ്രാവശ്യം ഈ മനുഷ്യപുത്രൻ എന്ന പ്രയോഗം ആവർത്തിക്കുന്നുണ്ട്, പുതിയ നിയമത്തിൽ മാത്രം. പഴയ നിയമത്തിൽ പക്ഷെ ഒരേ ഒരു സ്ഥലത്തെ ഈ ഒരു പദപ്രയോഗമുള്ളൂ. അത് ദാനിയേലിന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യത്തിൽ. ബാക്കി 88 പ്രാവശ്യം ഈ മനുഷ്യപുത്രൻ എന്നുള്ള പ്രയോഗമുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, നഥാനിയേൽ പറയുന്നു ദൈവത്തിന്റെ പുത്രനാണ്, ക്രിസ്തു പറയുന്നു മനുഷ്യപുത്രനാണ്. രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷെ കാഴ്ചപ്പാടിലാണ് വ്യത്യാസം. അപ്പൊ ഈശോ ഇത് 88 പ്രാവശ്യം പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പദപ്രയോഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സത്യം സത്യമായി എന്ന പദപ്രയോഗം. അത് യോഹന്നാന്റെ ഒരു പ്രത്യേക ശൈലിയാണ്. മറ്റുള്ള സുവിശേഷങ്ങളിൽ പൊതുവെ സത്യമായി എന്ന് സിംഗുലർ ആയിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ ഇവിടെ യോഹന്നാൻ പലപ്പോഴും പറയുമ്പോൾ അത് പ്ലൂറലായിട്ടാണ് പറയണത്, രണ്ടും കൂടി കൂട്ടിയിട്ടാണ് പറയണത്, സത്യം സത്യമായി എന്നുള്ളത്. അത് യോഹന്നാന്റെ സുവിശേഷത്തിൽ 25 തവണ അതങ്ങനെ ആവർത്തിക്കുന്നുണ്ട്, ഇരട്ടിപ്പായിട്ട്. ചിലപ്പോഴത് ഒറ്റയ്ക്ക് പറയാറുണ്ട്. ഏതായാലും ഒറ്റയും ഇരട്ടിപ്പും ഒക്കെ കൂടി കൂട്ടി കഴിയുമ്പോൾ ഈ ബൈബിളിലുടനീളം, അതായത് 62 പുസ്തകങ്ങളിലുടനീളം പരിശോധിച്ച് കഴിയുമ്പോൾ യേശുക്രിസ്തുവിന്റെ മാത്രമായിട്ട് ഒരു 103 പ്രാവശ്യവും മറ്റുള്ള വ്യക്തികളുടെ ആയിട്ട് ഒരു 36 തവണയും ഈ സത്യമായി എന്ന് പറയുന്ന, ഉറപ്പിച്ചു പറയുന്ന ഒരു ശൈലി ബൈബിളിലുടനീളം ഉണ്ട്. അപ്പൊ ഇത് ഉറപ്പിച്ച് പറയുന്ന ഒരു ശൈലിയാണ് ഉന്നതങ്ങളിലേക്ക് നോക്കിയാലുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച്. ഇനി യേശുവിന്റെ നിലപാടും കൂടി നമ്മളൊന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈശോ ഈ കുറ്റം പറഞ്ഞവനെ, സത്യത്തില് കർത്താവിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. ഞാൻ ജനിച്ചു വളർന്ന നാടിനെ കുറിച്ച്, എൻ്റെ കുടുംബത്തെ കുറിച്ച്, ഈ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഭർത്താക്കന്മാര് ഭാര്യമാരോട് പിണങ്ങിക്കഴിഞ്ഞാല്, ദേഷ്യം വന്നു കഴിഞ്ഞാല് മാരക ആയുധമായിട്ടെടുത്ത് പ്രയോഗിക്കുന്നത് അവരുടെ കുടുംബത്തെയാണ്. അവളെ പറഞ്ഞ അത്രയും വേദനിക്കില്ല, കൊള്ളില്ല. പക്ഷെ അവളുടെ കുടുംബത്തെ, അവരുടെ നാട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് കൊള്ളും. അത് നന്നായിട്ടറിയാം. അതുകൊണ്ടത് ചെയ്താൽ സത്യത്തില് അതേ പണി തന്നെയല്ലേ ഈ നഥാനിയേൽ ചെയ്തത്. ഈ കർത്താവിന്റെ നാടിനെയല്ല അവൻ കുറ്റപ്പെടുത്തിയത്. ഈ നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാവും എന്ന് പറയുമ്പോ അത് കർത്താവിനെ അങ്ങേയറ്റമുള്ള അടിയാണ്. അങ്ങനെ അടിച്ചവനെ കർത്താവ് കണ്ട എങ്ങനെ? നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരനാണ്. ആ ഒരൊറ്റ വാക്കില് 2 ധ്വനിയും. അവൻ അങ്ങനെയൊക്കെ പറയണ്ടെങ്കിലും അവന്റെ ഉള്ളു ശുദ്ധാണെന്ന് ദൈവം കാണുന്നുണ്ട്. അപ്പൊ കർത്താവ് നമ്മുടെ വാക്കിനപ്പുറത്തേക്ക് ഉള്ളു കാണുന്നവനാണ് എന്നൊരു ചിന്തയുണ്ടാകും. ഒപ്പം തന്നെ കർത്താവ് പൊറുക്കാൻ തയ്യാറാണ് എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകണം. മൂന്നാമതായിട്ട് അവൻ ഏറ്റവും വെറുക്കപ്പെടുന്ന ഒന്നാണ് കാപട്യം എന്ന തിരിച്ചറിവ് ഉണ്ടാകണം. കാപട്യമില്ലാത്ത ഒരുത്തനെ കർത്താവ് അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ എന്നെ അനുഗമിക്കുക എന്ന് ഈ ഫിലിപ്പോസിനോട് ഈശോ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇവനോട് അനുഗമിക്കാനൊന്നും പറയണില്ല, കൂടെ കൂട്ടുകയാണ്. കാപട്യമില്ലാത്തവനോട് കർത്താവ് കൂടെ കൂട്ടുന്നുണ്ട്, കപടതയില്ലാതെ ജീവിക്കാനായിട്ട് പറ്റുക എന്നുള്ളത്. അപ്പൊ ദൈവത്തിന്റെ ശൈലി അതാണ്.
നമുക്കൊക്കെ ഒരുപാട് കഴിവുകളുണ്ട്, പല പ്രാഗൽഭ്യങ്ങളുണ്ട്, വിചാരിച്ച പോലെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്, ഉരുക്ക് മനുഷ്യനാണ് എന്നൊക്കെ നമ്മളെ പറ്റിയും മറ്റുള്ളവരെയൊക്കെ കുറിച്ചൊക്കെ പറയുമ്പോൾ ദൈവം ഈ സർട്ടിഫിക്കറ്റ് ഒന്നും നോക്കില്ല. ദൈവം നോക്കുന്നത് കാപട്യമുള്ളവനാണ്, കാപട്യമുള്ള മനുഷ്യനാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുന്നത് ഞാൻ കണ്ടു. എന്താ അതിന്റെ ധ്വനി? അത്തിമരം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ജെറുസലേം പ്രദേശത്തൊക്കെ ജീവിച്ചവർക്കറിയാം, അതിന് വലിയ ശുശ്രൂഷയൊന്നും ഇല്ലാതെ അത് വഴിയോരങ്ങളിൽ വളരുന്ന സസ്യം. വലിയ ശുശ്രൂഷയുടെ ഒന്നും ആവശ്യമില്ല, തന്നെ വളർന്നുള്ളൂ. അതേസമയം മുന്തിരി അങ്ങനെയല്ല. അതുകൊണ്ടാണ് ക്രിസ്തു പലപ്പോഴും മുന്തിരിയൊക്കെ ഉപമിക്കുക. ഇവൻ അത്തിമരത്തിന്റെ ചുവട്ടിലിരുന്നു എന്ന് പറയുമ്പോൾ എന്താ അതിന്റെ പൊരുള്? ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരിടത്തായിരുന്നു, ഒരു പുറമ്പോക്ക് ജീവിതമായിരുന്നു അവൻ്റേത്. ആരാലും അംഗീകാരം കിട്ടാത്ത, ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത, കയ്യടി കിട്ടാത്ത, സ്ഥാനമാനങ്ങളില്ലാത്ത ഒരുത്തന്റെ സൂചനയാണ് അത്തിമരത്തിന്റെ ചോട്ടിലിരിക്കുന്നവൻ എന്നർത്ഥം. ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലത്തിരിക്കുന്നവൻ, അത് വലിയ പ്രതീക്ഷയാണ് നമുക്ക് തരുന്നത്. നമ്മൾക്ക് ആരുടെയും ശ്രദ്ധ കിട്ടുന്നില്ല, കയ്യടി കിട്ടുന്നില്ല, അംഗീകാരം കിട്ടുന്നില്ല, സ്നേഹം കിട്ടുന്നില്ല, കരുണ കിട്ടുന്നില്ല, നീതി കിട്ടുന്നില്ല എന്നൊക്കെ വിലപിക്കുമ്പോൾ നിന്നെ നോക്കുന്ന തമ്പുരാനുണ്ട്. നീ അത്തിമരത്തിന്റെ ചോട്ടിലാണെങ്കിലും നിന്നെ കാണുന്ന ദൈവമുണ്ട് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. നിന്നെ ദൈവം കാണുന്നുണ്ടെന്നേ. നീ ഏത് അത്തിമരത്തിന്റെ ചോട്ടിലാണെങ്കിലും, നീ എവിടെ വിളിച്ചാലും നിന്നെ ദൈവം കാണുമെന്നുള്ളത്. അത് നമ്മളെ ദൈവം കാണുന്നുണ്ട് എന്നുള്ള ഒരു സമാശ്വാസം, ഒരുപക്ഷെ അത് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ഒന്നാണ്, എത്ര വിപരീത അനുഭവങ്ങളിൽ ജീവിക്കുമ്പോൾ. അപ്പം ദൈവത്തിന്റെ ഒരു നിലപാട് അതാണ്. ഒപ്പം തന്നെ ദൈവത്തിന്റെ ഒരു ഓഫർ ഈ വലിയ കാഴ്ചകൾക്കും ഉന്നതങ്ങളിലേക്കുള്ള നോട്ടത്തിനും ദൈവം നമ്മളെ ക്ഷണിക്കുന്നു. അതിനും കൂടിയുള്ള കൃപ നമുക്ക് യാചിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണവാനായ കർത്താവേ, തിരുസന്നിധിയില് ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നഥാനിയേലിന്റെ ജീവിതത്തെ ഞങ്ങൾ കണ്ടു. നഥാനിയേലിനെ പോലെ ഞങ്ങളും പലപ്പോഴും വിമർശനാത്മകമായ ജീവിതം നയിക്കുന്നവരാണ്. ഞങ്ങൾ പലപ്പോഴും കുറ്റപ്പെടുത്തുന്നവരാണ്. ഞങ്ങൾ പലപ്പോഴും നന്മ കാണാൻ ശ്രമിക്കാത്തവരാണ്. പക്ഷേ ഞങ്ങളെ അങ്ങ് വിളിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളെ അങ്ങ് കാണുന്നുണ്ട് എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. എല്ലാം അറിയുന്നവനാണ് അങ്ങെന്ന ബോധ്യം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. നല്ല ദൈവമേ, ഫിലിപ്പോസിനെ പോലെയും നഥാനിയേലിനെ പോലെയും അങ്ങേ അനുഗമിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഫിലിപ്പോസ് അങ്ങേക്ക് സാക്ഷ്യം വഹിച്ചതുപോലെ, നഥാനിയേൽ വിശ്വാസ പ്രഖ്യാപനം നടത്തിയതുപോലെ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തില് സാക്ഷ്യം വഹിക്കാനും പ്രഘോഷണം നടത്താനും ഒക്കെയുള്ള സാഹചര്യങ്ങളും സന്മനസ്സും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. വലിയ കാഴ്ചകൾ കാണാനുള്ള ഞങ്ങളുടെ കണ്ണുകളെ നീ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നതങ്ങളിലേക്ക് നോക്കാൻ ഞങ്ങൾക്ക് ബോധ്യങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടും നമ്മുടെ ശുശ്രൂഷകളോടും നമ്മുടെ നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.